എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു. പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചു, പഠിച്ചു, ജോലി കിട്ടി എന്നൊക്കെ അറിയുമ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറം സന്തോഷമാണ്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് MS വേർഡിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഡാറ്റയിൽ എങ്ങനെ ചേഞ്ചസ് വരുത്താം എന്നുള്ളതാണ്. അപ്പൊ ആ ക്ലാസ്സുകൾ മിസ്സാക്കാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് MS വേർഡിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ജസ്റ്റ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ മാത്രം ബാക്കി ക്ലാസ്സുകളൊക്കെ ജസ്റ്റ് കാണുക. കാരണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നത് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവര്, ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റത്തേയില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവരൊക്കെ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം പുതിയ ലാപ്ടോപ്പ് മേടിച്ചു, പഠിച്ചു, കമ്പ്യൂട്ടറുമായി സംബന്ധിച്ച് ജോലി ചെയ്യുന്നു എന്നൊക്കെ ഒരുപാട് പേരുടെ കമന്റ് പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജായിട്ടും എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു MS വേർഡില് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ എങ്ങനെ നമുക്ക് ആ ഒരു ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യാമെന്നാണ്. കാരണം നമ്മളൊരു ജോലി സ്ഥലത്ത് പോയാലും ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അവിടെ എല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സീരീസ് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്ലാസ് ആരും മിസ്സാക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കമ്പ്യൂട്ടറൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷമാണെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചോളൂ. നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് MS വേർഡിന്റെ. അപ്പൊ ആരും മിസ്സാക്കേണ്ട അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചു. അതായത് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഡാറ്റ കൊണ്ടുവരാൻ പഠിച്ചു. അതുപോലെ അതിന്റെ സ്റ്റൈൽ മാറ്റാനും സൈസ് കൂട്ടാനും ടൈറ്റിൽ കൊടുക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകേണ്ട ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 3 കാര്യമേ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ. കുറെ കാര്യങ്ങൾ നമ്മൾ വലിച്ചുവാരി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. പിന്നെ നമ്മളത് മറന്നു പോകല്. ആ ഒരു രീതിയിൽ നമുക്ക് അതൊന്ന് പഠിച്ചെടുക്കണം. അപ്പൊ കുറച്ച് കാര്യം നമുക്ക് പഠിച്ച് അങ്ങനെ എല്ലാം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹോം ടാബില് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാം. ഹോം ടാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേ ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പാണ് ഫോണ്ട്. നമ്മൾ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് സ്റ്റൈല് മാറ്റാനും സൈസ് കൂട്ടാനും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഒരു B ഉണ്ട്, അതുപോലെ തന്നെ I ഉണ്ട്, ഒരു U ഉണ്ട്. പക്ഷെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. B കണ്ടാൽ അറിയത്തില്ല, അല്ലെങ്കിൽ I കണ്ടാൽ അറിയത്തില്ല, U കണ്ടാലും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ആ പടത്തേല് അല്ലെങ്കിൽ ആ ഒരു ആൽഫബറ്റിന്റെ അതേലൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കുക സമാധാനമായിട്ട്. നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ ബിയിലോട്ട് ചുമ്മാ ഒന്ന് മൗസ് ഒന്ന് കൊണ്ട് വെക്കുക. ചുമ്മാ മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ അതിന്റെ പേരവിടെ ഷോ ചെയ്ത് കാണിച്ചു. അതായത് ബോൾഡ്. അപ്പൊ B എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്, ബോൾഡ് ആക്കുക. അപ്പൊ B എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കുറച്ച് കട്ടി കൂട്ടിയാണ് B കാണുന്നത്. അപ്പൊ ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടിയതുപോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി തൊട്ടപ്പുറത്ത് I നമുക്കറിയത്തില്ല. അപ്പൊ Iയുടെ പേര് അറിയണമെങ്കിലും ഈ മൗസ് കൊണ്ട് ചുമ്മാ ഇങ്ങനെ Iയുടെ അടുത്തോട്ടൊന്ന് Iയുടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞപ്പോ അതിന്റെ പേര് ഷോ ചെയ്ത് കാണിച്ചു, ഇറ്റാലിക്സ്. ഇനി നമ്മൾ ആ Iയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് നേരെയുള്ള I അല്ല, അതിനൊരു ചരിവുണ്ട്. അപ്പൊ ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചരിച്ച് എഴുതുക എന്നാണ്. ഇനി അടുത്ത ആളെ നോക്കിക്കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം അണ്ടർലൈൻ. അപ്പൊ U കണ്ടാൽ തന്നെ അറിയാം യുവിന്റെ അടിയിൽ ഒരു വരയുണ്ട്. സോ U എന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിനെ നമുക്ക് ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു ഹോം ടാബിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഫോണ്ട് ഗ്രൂപ്പിൽ നിന്നും ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുവാണെങ്കിൽ അതിന് ഹെഡിങ് കൊടുക്കണം. അപ്പൊ ആ ഹെഡിങ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നിൽക്കണം. അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ അതിനെ നമുക്ക് ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാണ്, എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ടാക്കുവാണ്, അല്ലെങ്കിൽ നോട്ടീസ് ഉണ്ടാക്കുവാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കുമ്പോഴേ നമുക്ക് ഹെഡിങ് കൊടുക്കേണ്ടതായിട്ട് വരും, ടൈറ്റിൽ. അപ്പൊ ആ ടൈറ്റിലിനെ എടുത്തു കാണിക്കാനായിട്ട് നമുക്ക് ബോൾഡും അല്ലെങ്കിൽ അണ്ടർലൈനും ഇനി നമുക്ക് ഇറ്റാലിക്സ് ആവശ്യമാണെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അവിടെ അങ്ങ് ഉപയോഗിക്കൂ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും എല്ലാം ഒരു ഡോക്യുമെന്റിൽ കൊടുക്കുന്നതെന്ന്. എങ്ങനെയാണ് നമുക്ക് അപ്പൊ ഈ ഒരു
ഡോക്യുമെന്റിലെ ടൈറ്റിലിനെ ബോൾഡ് ആക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ബോൾഡ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്ത് കാര്യത്തിനെയാണോ നമുക്ക് ബോൾഡ് ആക്കേണ്ടത്, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കേണ്ടത്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്, ആ ഒരു കാര്യത്തിനെ നമ്മൾ സെലക്ട് ചെയ്യണം. മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെ ബോൾഡ് ആക്കണം, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കണം, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം എന്നൊക്കെ. അപ്പൊ എന്തൊരു കാര്യം ചെയ്താലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ MS വേർഡ് എന്ന് പറയുന്ന ടൈറ്റിലിനെ ബോൾഡ് ആക്കാൻ പോവാണ്. ബോൾഡ് ആക്കുക എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടി എഴുതുന്നത് പോലെ നമുക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, MS വേർഡ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ മൗസ് കൊണ്ടുവെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നുവെച്ചാൽ മൗസ് ഇങ്ങനെ മുന്നോട്ടൊന്ന് നീക്കുക. നീക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ആൽഫബറ്റ് ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം വാക്കും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ ആ മൗസിൽ നിന്നും കൈയെടുത്ത് കഴിയുമ്പം ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ പേടിക്കൊന്നും വേണ്ട, അത് അങ്ങനെ അവിടെ അങ്ങ് കണ്ടോളും. ഇനി ഇപ്പൊ ചെയ്യേണ്ട കാര്യം, നമുക്ക് ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഉള്ളത് ഹോം എന്ന് പറയുന്ന ടാബിലാണ്. ഓരോ ടാബും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഹോം ടാബ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടാബാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഹോം ടാബ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഹോം എന്ന് പറയുന്നതിന്റെ ആൽഫബറ്റ് HOME, ഈ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വരും. അപ്പൊ നോക്കിക്കഴിയുമ്പോൾ അതിന്റെ താഴെ ഒരുപാട് സബ് ഗ്രൂപ്പുകൾ നമുക്ക് കാണാം. ഹോമിനകത്ത് ഒളിഞ്ഞിരുന്ന സബ് ഗ്രൂപ്പുകളാണ് നമ്മൾ ഈ കാണുന്ന ക്ലിപ്പ് ബോർഡ്, അല്ലെങ്കിൽ ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആവശ്യം ബോൾഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിലാണ്. ഫോണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിലാണ്. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ബോൾഡ് ആക്കാനായിട്ട് ഈ B എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ട് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ സെലക്ട് ചെയ്തതിനെ ബോൾഡ് ആക്കണം എന്ന് നമ്മൾ സെലക്ട് ചെയ്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ B എന്നുള്ളത് നമുക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ അത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വാക്ക് MS വേർഡ് എന്ന് പറയുന്നത് ബോൾഡ് ആയിട്ടുണ്ട്, അതായത് കട്ടി കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ സെയിം പ്രൊസീജിയർ ആണ് ബോൾഡ് ആക്കാൻ നമ്മളൊരു എക്സ്പീരിയൻസ് ലെറ്റർ തയ്യാറാക്കിയാലും, അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കിയാലും, എന്തൊരു ഡാറ്റ നമ്മൾ തയ്യാറാക്കിയാലും ബോൾഡ് ആക്കാൻ നമ്മൾ ഇങ്ങനാണ് ചെയ്യുന്നത്. അതിനി എവിടെ ആണെങ്കിലും നമുക്ക് ബോൾഡ് ആക്കേണ്ട ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിൽ നിന്നും B എന്നുള്ള ബോൾഡ് ആക്കാനുള്ള B എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം ബോൾഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും ഈ താഴത്തേതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ നമ്മൾ ബോൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെയാണേലും ഏത് സിസ്റ്റത്തിലാണേലും ബോൾഡ് ആക്കുന്നതിന് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇറ്റാലിക്സ് ആക്കാനാണ്. അപ്പം ഇറ്റാലിക്സ് ആക്കാനും സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് ഇറ്റാലിക്സ് ആക്കേണ്ട ആ ഒരു വേർഡിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, അതായത് നമ്മൾ ഇറ്റാലിക്സ് ആക്കാൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ ആദ്യത്തെ ആൽഫബറ്റിന്റെ അവിടോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക. അല്ലെങ്കിൽ അവസാനത്തെ വേർഡിന്റെ അവിടോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. 2 മെത്തേഡ് ഉണ്ട്, രണ്ടല്ല ഇനിയും ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ഷൻ ചെയ്യാം. എന്നിട്ട് ഹോം ടാബിലോട്ട് മൗസ് വെക്കുക. സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടി I എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിലോട്ട് മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത MS വേർഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇറ്റാലിക്സ് ആയി മാറി. അതായത് ചരിച്ച് എഴുതുന്നത് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഈ ഒരു കാര്യത്തിലേക്ക് കൂടെ ഇറ്റാലിക്സ് ആക്കി നോക്കാം. നമുക്ക് ഇറ്റാലിക്സ് ആക്കേണ്ട ഈ ഒരു പാരഗ്രാഫ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, ഹോം ടാബ് ഓപ്പൺ ചെയ്തു, അതിൽ നിന്നും ഇറ്റാലിക്സ് ആയി. അപ്പൊ ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മൾ ഇറ്റാലിക്സ് ആക്കിയത് ഇങ്ങനെ ചരിച്ചെഴുതുന്ന പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇറ്റാലിക്സ് ആക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ആളെ നോക്കാം. അണ്ടർലൈൻ ചെയ്യുക, അതായത് അണ്ടർലൈൻ ചെയ്യാൻ നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോഴേ നമുക്ക് അതിനെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ
സെയിം പ്രൊസീജിയർ ആണ്. സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ നിന്നും അണ്ടർലൈൻ ആക്കാനുള്ള യു എന്നുള്ളത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം നമ്മൾ ചൂസ് ചെയ്തത് അണ്ടർലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണമെങ്കിലും സെയിം ആണ്. അതിനെ സെലക്ട് ചെയ്യുക, അണ്ടർലൈൻ കൊടുക്കുക. അപ്പൊ എവിടെ ബോൾഡ് ആക്കണേലും ഇറ്റാലിക്സ് ആക്കണേലും അണ്ടർലൈൻ ആക്കണേലും എല്ലാം ഈ സെയിം പ്രൊസീജിയർ ആണ്. അതിപ്പോ വേർഡ് ആണെങ്കിലും പാരഗ്രാഫ് ആണെങ്കിലും സെന്റൻസ് ആണെങ്കിലും അതിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഹോം ടാബിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെ ചെയ്താലും ഏത് സിസ്റ്റത്തിലാണേലും ഏത് സ്ഥാപനത്തിലാണേലും എവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിൽ ഈ ഒരു ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും അണ്ടർലൈൻ ചെയ്യാനും ഇതെല്ലാം സെയിം ആണ്. ഒരു വ്യത്യാസവും ഇതിനകത്ത് ഇല്ല. പിന്നെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ഒക്കെ ചെയ്യാൻ പഠിച്ചു. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാം ഉണ്ട്. ബോൾഡും ഉണ്ട്, ഇറ്റാലിക്സും ഉണ്ട്, അണ്ടർലൈനും ഉണ്ട്. അപ്പൊ ഇതിനെ മാറ്റുന്ന കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാറ്റണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് ബോൾഡ് മാറ്റണമെങ്കിൽ ആ ഒരു വാക്കിനെ സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ നിന്നും ബി എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ബോൾഡ് മാറിയിട്ടുണ്ട്. ഇനി ഇറ്റാലിക്സ് മാറ്റണമെങ്കിൽ ഇറ്റാലിക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇറ്റാലിക്സ് മാറി. ഇനി അണ്ടർലൈൻ മാറ്റണമെങ്കിൽ അണ്ടർലൈനിലും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ കൊടുക്കാനും അത് ആ പ്രൊസീജിയർ തന്നെയാണ്, അത് കളയാനും നമ്മൾ ആ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പൊ ഈ താഴോട്ടുള്ള ഇതിനെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ താഴോട്ട് നമ്മൾ അണ്ടർലൈൻ കൊടുത്തിരിക്കുന്ന അത്രയും കാര്യം സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ നിന്നും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് അണ്ടർലൈൻ മാത്രമേ ഉള്ളൂ. ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ഒന്നുമില്ല. സോ അണ്ടർലൈൻ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മളുടെ വീട്ടിലെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് പഠിച്ചു പോകും. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് എപ്പോഴും പറയുന്നതാ, കാരണം ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ ചിലർക്ക് വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഇനിയിപ്പം പറയാൻ പോകുന്നത്, നമ്മളങ്ങനെ അണ്ടർലൈൻ കഴിഞ്ഞു. ഇനി ഇവിടെ അണ്ടർലൈന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അതായത് പല തരത്തിലുള്ള അണ്ടർലൈൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോ ഈ ഒരു സെന്റൻസിനെ അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിനെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു. ഹോം ടാബിൽ നിന്നും ഈ യു എന്ന് പറയുന്നതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. ആ ആരോയിലോട്ട് മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാം പല തരത്തിലുള്ള ആരോ, അതായത് പല തരത്തിലുള്ള അണ്ടർലൈൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് സിംഗിൾ ലൈൻ ഉണ്ട്, ഡബിൾ ലൈൻ ഉണ്ട്, ബോൾഡ് ലൈൻ ഉണ്ട്, ഡോട്ടഡ് ലൈൻ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഡോട്ടഡ് ലൈൻസ് എല്ലാം ഇവിടെ നമുക്ക് കാണാം. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈൻ ചൂസ് ചെയ്യാനായിട്ടും പറ്റും. നമുക്ക് വേണ്ട ലൈൻ ഏതാണോ അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള അണ്ടർലൈൻ കൊടുക്കുന്നത്. നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നേരിട്ട് പോയി ഹോം ടാബിൽ നിന്നും യു എന്നുള്ളത് ക്ലിക്ക് ചെയ്താല് ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിനകത്ത് കിടക്കുന്ന അണ്ടർലൈൻ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണമെങ്കിൽ യുവിന്റെ സൈഡിലുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള അണ്ടർലൈൻ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു അണ്ടർലൈന് ഇഷ്ടമുള്ള കളർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഹോം ടാബില് നമ്മൾ ഈ പറഞ്ഞ യുവിന്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം അണ്ടർലൈൻ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലോട്ട് ചുമ്മാ മൗസ് വെച്ചതേ ഉള്ളൂ. വെച്ചപ്പോ തന്നെ കുറെ കളേഴ്സ് വന്നു. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അണ്ടർലൈൻ കൊടുക്കാനാണ്. അപ്പൊ ഇതിൽ ഇഷ്ടമുള്ള കളർ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഒരു കളർ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് മൗസ് വെക്കുക. ദെൻ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും എല്ലാം കൊടുക്കുന്നത്. പല ഡിസൈനിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള അണ്ടർലൈൻ നമ്മൾ കൊടുക്കാൻ പഠിച്ചു, കളർ കൊടുക്കാനും എല്ലാം പഠിച്ചു. ഇനി ഇതിനകത്തെ ഒരാളെ കൂടെ നമുക്ക് പറയാം. ഈ യുവിന്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു സ്മോൾ ലെറ്റർ യു ഉണ്ട്, അതിന്റെ നടുക്കൂടെ ഒരു വരയും ഉണ്ട്. അപ്പൊ നമുക്കറിയത്തില്ല അതെന്താണെന്ന്. അപ്പൊ അതിന്റെ മുകളിലോട്ട് മൗസ് വെച്ചപ്പോ അതിന്റെ പേര് കാണിച്ച് സ്ട്രൈക്ക് ത്രൂ, അതായത് ആ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ നടുക്കൂടെ ഒരു വര പോലെ നമുക്ക് വരും. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെലക്ട് ചെയ്യുക, ഹോം ടാബിലെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നതിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് സ്ട്രൈക്ക് ത്രൂ പോലെ ഇങ്ങനെ നമുക്ക് ആ ഒരു ചൂസ് ചെയ്ത പാരഗ്രാഫിന്റെ അല്ലെങ്കിൽ സെന്റൻസിന്റെ നടുക്കൂടെ ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബോൾഡ് ആക്കുന്നതും ഇറ്റാലിക്സ് ആക്കുന്നതും അണ്ടർലൈൻ ചെയ്യുന്നതും സ്ട്രൈക്ക് ത്രൂ കൊടുക്കുന്നതും ഒക്കെ.
അപ്പൊ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, ആവർത്തിച്ച് 2-3 തവണ ഒന്ന് കണ്ടിട്ട് സിസ്റ്റം ഒക്കെ എടുത്തു വെച്ചൊന്ന് ചെയ്യുക. നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിച്ചോളും. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായി എന്നോട് പറയുക. നാളെ അപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ.